ദിവസം നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ഫ്രൈ ചെയ്തു, ബാക്കിയൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നില്ല, മീൻകറി തന്നെ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സെറ്റായിട്ട് വരുമ്പോഴേക്കും കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ച മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അത് നന്നായിട്ടൊന്ന് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പിങ്സ് എടുക്കാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ അതിലേക്ക് പുളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാകും. പിന്നെ ഒരു ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇടുക. അടിപൊളി മീൻ കറിയാണ്.